മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വർഗീയവാദിയാണോ? മന്ത്രി സജി ചെറിയാൻ വർഗീയവാദിയാണോ? അല്ല അല്ല എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. പക്ഷേ വർഗീയതയെ സൗകര്യം പോലെ ഉപയോഗിക്കാൻ അറിയുന്നവരെയാണ് സൂക്ഷിക്കേണ്ടത്. വർഗീയവാദികൾ വർഗീയത പറയുന്നതിനേക്കാൾ പേടിക്കേണ്ടതാണ് വർഗീയവാദികൾ അല്ലാത്തവർ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നത്. കാരണം അവരെ തിരിച്ചറിയാൻ പ്രയാസമാണ്. വാചകമടിയിലെ വർഗീയ വിരുദ്ധത അവർ ഉന്നം വെക്കുന്ന വർഗീയത തിരിച്ചറിയുന്നതിൽ സമൂഹത്തിന് ആശയക്കുഴപ്പമുണ്ടാക്കും. കേരളം പോലെ ബൗദ്ധിക ഉന്നതിയുള്ള ഒരു സമൂഹത്തിൽ നേരിട്ട് വിളിച്ചു പറയുന്ന വർഗീയതയേക്കാൾ കൂടുതൽ വിഷം കലർത്തുക പരോക്ഷമായി കുത്തും കോമയും ഇട്ട് പറയുന്ന വർഗീയതയാണ്. അത് തിരിച്ചറിയാൻ സമയമെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും AK ബാലനും സജി ചെറിയാനും ഒക്കെ മതേതര മുഖങ്ങളുള്ള നേതാക്കളാണ്. ഈ പറഞ്ഞ ഡയലോഗൊക്കെ ഒരു സംഘപരിവാർ നേതാവിൽ നിന്നാണെങ്കിൽ കേരളം എളുപ്പത്തിൽ തിരിച്ചറിയുകയും തിരിച്ചടിക്കുകയും ചെയ്യും. പക്ഷേ കേരളം അംഗീകരിച്ച മുഖ്യധാരാ നേതാക്കൾ ഇതേ വർഗീയത പറയുമ്പോൾ നേരിടാൻ പ്രയാസമാണ്. ഈ പറയുന്നത് ശരിയാണോ എന്ന ആശയക്കുഴപ്പം വരും. നേതാക്കളുടെ വിശ്വാസ്യത വർഗീയതയ്ക്കും വിശ്വാസ്യത നൽകും. കേരളം കൂടുതൽ പേടിക്കേണ്ടത് കേരളം വിശ്വസിക്കുന്ന നേതാക്കളുടെ വർഗീയ പ്രസ്താവനകളെയാണ്. അധികാരത്തിന്റെ മൂർധന്യത്തിൽ ഭരണ തുടർച്ചയിൽ സംശയം വന്നാൽ ഭരണകൂടത്തിനുണ്ടാകുന്ന ഒരു അങ്കലാപ്പുണ്ട്. കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അങ്കലാപ്പാണ്. 10 വർഷമായി അധികാരം മാത്രം ശീലിച്ച നേതാക്കൾ അവരുടെ തന്നെ രാഷ്ട്രീയവും ചരിത്രവും മറന്ന് നിലയില്ലാത്ത വർത്തമാനം പറയുന്നത് നമ്മൾ കാണുന്നു. CPM എന്ന പാർട്ടി അധികാര തുടർച്ചയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകുമെന്ന് സൂക്ഷ്മമായി കണ്ടറിയാനുള്ള രാഷ്ട്രീയ സന്ദർഭമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. ആ പോക്കിൽ കേരളത്തിന്റെ ആത്മാവായ മതേതരത്വം തന്നെ തകർത്ത് കളയേണ്ടി വന്നാൽ അതിനും മടിക്കില്ല എന്ന ഭീതി നമ്മളെയും പേടിപ്പിക്കണം. തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരുടെ മതം നോക്കാൻ ഒരു മന്ത്രി തന്നെ പറഞ്ഞിട്ടും അത് വർഗീയതയാണെന്ന് വർഗീയതയ്ക്കെതിരെ പോരാട്ടം പ്രഖ്യാപിച്ചിരിക്കുന്ന ഭരണ പാർട്ടിക്ക് തോന്നിയില്ല. മന്ത്രിയെ കൊണ്ട് പാർട്ടി തിരുത്തിക്കാൻ ജനരോഷം വേണ്ടി വന്നു. CPMന്റെ വർഗീയ വിരുദ്ധ രാഷ്ട്രീയത്തെ കേരളം ഇനി എങ്ങനെ വിശ്വസിക്കണം? മന്ത്രി അങ്ങനെയൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി തിരുത്താതെ പിന്തുണ നൽകിയാലും ഞങ്ങൾ എന്നും വർഗീയ വിരുദ്ധരാണ് എന്ന് സമർത്ഥിക്കുന്നു CPM. ഒരിക്കലും വർഗീയതയുമായി സന്ധി ചെയ്തിട്ടില്ലാത്ത പാർട്ടിയാണ് CPM എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയേണ്ടി വരുന്ന അവസ്ഥ. CPM വർഗീയ വിരുദ്ധ പാർട്ടിയാണോ വർഗീയ പാർട്ടിയാണോ എന്ന് സംശയിക്കേണ്ടി വന്നത് എങ്ങനെയാണ്? അത് CPM തന്നെ ഉണ്ടാക്കിയെടുത്ത ചോദ്യമാണ്. അറിയാതെ ഉരുത്തിരിഞ്ഞു വന്ന ചോദ്യമല്ല, മനഃപൂർവ്വം ശ്രദ്ധാപൂർവം നെയ്തെടുക്കുന്ന ഒരു രാഷ്ട്രീയ വ്യാഖ്യാനം. വർഗീയത പറയുന്നു എന്ന വിശേഷണം CPMനെ വേദനിപ്പിക്കുന്നു എന്ന ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് തിരുത്തണം. CPM ആഗ്രഹിക്കാത്ത CPM തീരുമാനിക്കാത്ത ഒരു വിശേഷണവും CPMന് മേൽ ചാർത്തപ്പെടില്ല. വർഗീയത തിരിച്ചറിയാൻ കേരളത്തിന് കഴിയുമോ എന്ന് ഭരണ പാർട്ടിക്ക് സംശയമുണ്ടോ? കേരളത്തിലെ മനുഷ്യർക്ക് വർഗീയത കണ്ടാൽ മനസ്സിലാകില്ലേ? മനസ്സിലാകും. ഏത് രൂപത്തിലും ഭാവത്തിലും കണ്ടാലും അത് വർഗീയതയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന മനുഷ്യരാണ് കേരളത്തിലുള്ളത്. കേരളത്തെ കേരളമാക്കി നിലനിർത്തുന്നതും ഈ തിരിച്ചറിവാണ്. പക്ഷേ കേരളം വിശ്വസിക്കുന്ന നേതാക്കൾ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, സാംസ്കാരിക മന്ത്രിയൊക്കെ വർഗീയതയുമായി ഇറങ്ങുന്നത് കേരളത്തോട് ചെയ്യുന്ന പൊറുക്കാനാകാത്ത ദ്രോഹമാണ്. അധികാരം നിലനിർത്താൻ വർഗീയതയെ കൂട്ടുപിടിച്ചാൽ പേടിക്കണമെന്ന് നിങ്ങൾ പറയുന്നവരും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? പരസ്പരം സംശയിക്കുകയും പേടിക്കുകയും ചെയ്യേണ്ടി വരുന്ന മനുഷ്യരായി മാറിയാൽ ദേശീയപാതയ്ക്ക് എത്ര വീതി ഉണ്ടായാലും എന്താണ് കാര്യം? അതിവേഗ റെയിൽ പാതയ്ക്ക് എത്ര വേഗമുണ്ടായാലും എന്ത് കാര്യം? മനസ്സുകൾ ചുരുങ്ങുകയും വികസനം വലുതാവുകയും ചെയ്താൽ കേരളം എന്തായിത്തീരും? അതോർക്കാൻ ഭരണകൂടത്തിന് കഴിയുന്നില്ലെങ്കിൽ ഓർമ്മിപ്പിക്കാൻ കേരളീയർക്കല്ലാതെ മറ്റാർക്ക് കഴിയും?